ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ പീര. ചെറു മീനുകൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ മീൻ പീര. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെത്തോലി അഥവാ കൊഴുവ എന്നൊക്കെ പറയുന്ന ഈ മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു 350 ഗ്രാം ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് ചെറിയ മത്തി കൊണ്ടും ഈ മീൻ പീര ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഈ മീൻ പീര എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചെറുമീനുകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ വലിയ മീനുകളെക്കാളും ചെറുമീനുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഫ്രഷായിട്ട് നല്ല മീനായിരിക്കണം എന്ന് മാത്രം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഞാൻ ഈ നെത്തോലി അഥവാ കൊഴുവ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുടംപുളി വെച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു 10 മിനിറ്റ് കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് 10-15 മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വെക്കണം. എന്നിട്ട് വേണം ഉപയോഗിക്കാൻ. ഞാനിതിൽ ഉപ്പ് ചേർക്കാതെ തന്നെ ഈ വാളംപുളി ഒരു 10 മിനിറ്റായിട്ട് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം, അതായത് 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർക്കാം. പിന്നെ നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായിട്ട് കീറിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിന് നോക്കിയെടുക്കാം. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കീറിയത് നമുക്ക് വേണമെങ്കിൽ എടുത്തു മാറ്റാനുള്ള എളുപ്പത്തിനാണ് മീൻ പീരയിൽ നിന്ന്. അതാണ് ഈ ഒരു വലുപ്പത്തിൽ കീറിയെടുത്തത്. പിന്നെ വേണ്ടത് ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. നാടൻ കറിവേപ്പില ആയിരിക്കണം. ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനു മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന വാളംപുളിയിലെ ആ പുളിയുടെ വെള്ളം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെയാണ് കുടംപുളിയും ചേർത്ത് കൊടുക്കേണ്ടത്. പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട. മീൻ പീരക്ക് ഈ ഒരു വെള്ളം തന്നെ മതിയാവും, പുളിവെള്ളം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതിയാവും. ഇനി നമുക്ക് തുറന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ശക്തിയായിട്ട് ഇളക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ മുറിഞ്ഞു പോവും. ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം.
ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് നമ്മുടെ ഈ മീൻ പീര വേവിച്ചെടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മീൻ പീരയാണ്. ചെറുമീനുകൾ വെച്ചിട്ട് നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മീൻ പീര ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് നല്ലതായിട്ടോ. നമ്മളത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി തുടങ്ങും. കുറച്ച് തണുക്കുമ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റും. നമ്മുടെ നെത്തോലി കൊണ്ടുള്ള മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ മീൻ പീര ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സൈഡ് ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.